മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ആമയിഴഞ്ചാൻ തോടിലകപ്പെട്ട് ആ മാലിന്യ കൂമ്പാരത്തിൽ ഇല്ലാതായിപ്പോയ ജോയിയുടെ ജീവിതം. കാരണം മനുഷ്യർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഈ തോട്ടിൽ എത്രയോ വർഷങ്ങളായി കുന്നുകൂടി അത് ഒഴുകി നടക്കുന്ന കാഴ്ച തലസ്ഥാനത്തെ ദുർഗന്ധം വമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. 2015 ഈ ആമയിഴഞ്ചാൻ തോട് ശുദ്ധീകരിക്കാനായി അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ ഓപ്പറേഷൻ അനന്ത എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ബിജു പ്രഭാകർ ആയിരുന്നു അന്ന് ജില്ലാ കളക്ടർ. ചീഫ് സെക്രട്ടറിയും ബിജു പ്രഭാകറും മുൻകൈയെടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ആമയിഴഞ്ചാൻ തോട് ശുദ്ധീകരിക്കാനുള്ള നടപടികളെടുത്തു. അന്ന് അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ, കാരണം ആ പദ്ധതി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഭരണമാറ്റം സംഭവിക്കുന്നതും ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതും. അതോടെ ആ പദ്ധതി നിർത്തിവെച്ചു. യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ നല്ല മഴ പെയ്താൽ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന നഗരമാണ് തലസ്ഥാനം. കാരണം റെയിൽവേ സ്റ്റേഷനായാലും KSRTC സ്റ്റേഷനായാലും നഗരത്തിലെ പ്രധാന വീതികളെല്ലാം കാൽമുട്ടോളം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ. അത് പരിഹരിക്കാൻ കൂടിയായിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം ഈ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യങ്ങളും ചെളിയും മറ്റുമാണെന്നും അത് ക്ലിയർ ചെയ്ത് ഈ തോട് നിർബാധം ഒഴുകുകയാണെങ്കിൽ ഏത് മഴക്കാലത്തും നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ലെന്നും കണ്ടെത്തിയതിനെ തുടരായിരുന്നു ആ പദ്ധതി. ആ പദ്ധതി നിർത്തിവെക്കാൻ കാരണം ഭരണമാറ്റം മാത്രമല്ല. കാരണം ബിജു രമേശിനെ പോലെയുള്ള വൻകിട മുതലാളിമാരുടെ വലിയ കെട്ടിടങ്ങൾക്ക് നേരെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഒഴിപ്പിക്കൽ വേണ്ടിവരും എന്ന് തീരുമാനിക്കപ്പെട്ടപ്പോഴാണ് ആ പദ്ധതി നിർത്തിവെക്കപ്പെട്ടത്. അപ്പോൾ ജിജി തോംസൺ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി SM വിജയാനന്ദ് ചീഫ് സെക്രട്ടറിയായി, ജില്ലാ കളക്ടറായി വാസുകി അധികാരമേറ്റു. അപ്പോൾ ജിജി തോംസൺ കൊണ്ടുവന്ന പദ്ധതിക്ക് കൂടുതൽ ഊർജം നൽകിക്കൊണ്ട് SM വിജയാനന്ദ് ഒരു പ്രോജക്റ്റ് തന്നെ ഇടതുപക്ഷ സർക്കാരിന്, പിണറായി സർക്കാരിന് സമർപ്പിച്ചു. കളക്ടറായിരുന്ന വാസുകിയും അതിൽ മുൻകൈയെടുത്തു. പക്ഷേ എന്തുകൊണ്ടോ സർക്കാർ അത് നിർത്തിവെച്ചു. അന്ന് ആ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ മാലിന്യ കൂമ്പാരത്തിൻ്റെ, നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങൾക്ക് അടിയിൽ ഒഴുകിപ്പോയി ഈ പാവപ്പെട്ടവൻ്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നില്ല. ദുരന്തമുണ്ടായ ശേഷം ഇതിന് ഉത്തരവാദികൾ റെയിൽവേ ആണെന്നും കോർപ്പറേഷനാണെന്നും പരസ്പരം ആരോപിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. കാരണം ഈ ടണലിലൂടെ കടന്നു പോകുന്ന ഈ തോട് റെയിൽവേയുടെ ഏതാണ്ട് 100 മീറ്ററോളം ദൂരത്ത് പാളത്തിനടിയിലൂടെ ഒരു ടണലിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ, സുരക്ഷാ നടപടികളൊന്നും പാലിക്കാതെ റെയിൽവേ കോൺട്രാക്റ്റ് നൽകുകയും ആ കോൺട്രാക്ടർ ഈ മരിച്ചുപോയ അജയ് ഉൾപ്പെടെയുള്ളവരെ ഇറക്കുകയും ചെയ്തപ്പോഴാണ് ഈ അപകടം. യഥാർത്ഥത്തിൽ പെട്ടെന്ന് മഴ പെയ്തു, തോട്ടിലൂടെ വലിയ വെള്ളം പാച്ചിലുണ്ടായി. ആ വെള്ളപ്പാച്ചിലാണ് ശനിയാഴ്ച ഏതാണ്ട് 11 മണിയോടെ ഇദ്ദേഹം അപ്രത്യക്ഷനാവുന്നത്. അത് കഴിഞ്ഞ് ഈ റെയിൽവേയുടെ തുരങ്കത്തിലൂടെ പരിശോധന നടത്താനും ഈ മനുഷ്യനെ ജീവനോടെ രക്ഷിക്കാനുമുള്ള ശ്രമം ഫയർഫോഴ്സും പോലീസും അതുപോലെ ദുരന്ത നിവാരണ സേനയും എല്ലാം ചേർന്ന് വളരെ സജീവമായി നടത്തി. പക്ഷേ 30 മണിക്കൂറിലേറെ അവർ ശ്രമിച്ചിട്ടും ഒരു സൂചനകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഇന്ന് രാവിലെ നേവി തന്നെ എത്തി നേവി രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ്
റെയിൽവേയുടെ അധീനതയിലുള്ള തുരങ്കത്തിന് പുറത്ത് ആണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ ഇരുചക്ര വാഹനത്തിൽ പോയിരുന്ന ഒരാളാണ് ഇത് കാണുകയും അത് കോർപ്പറേഷൻ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്ത് അങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ മാലിന്യ കൂമ്പാരം എന്ന് പറഞ്ഞാൽ മനുഷ്യ വിസർജ്യമടക്കം മനുഷ്യന് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത അത്രയും മലീമസമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ ഏതാണ്ട് 30 മണിക്കൂറിലേറെ ഈ മനുഷ്യനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. അവസാനം എന്തായാലും അദ്ദേഹത്തെ ജീവനോടെ രക്ഷിക്കാനായില്ല. മൃതദേഹം മാത്രമാണ്. അത് മരിച്ചിട്ട് 2 ദിവസമെങ്കിലും ആയി എന്നാണ് കാണുന്നത്. അപ്പോൾ അധികം സമയം വയ്ക്കാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ മന്ത്രിമാരില്ല, നമ്മുടെ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും MLAയും അടക്കമുള്ള ഉന്നതരാണ് അവിടെ ശവസംസ്കാര ചടങ്ങിനെത്തിയത്. അപ്പോൾ ആ വീട് ഏത് കാറ്റത്തും ഒരു കാറ്റടിച്ചാൽ പറന്നു പോകാവുന്ന മേൽക്കൂരയുള്ള ഒരു ഒറ്റമുറി വീട്. ആ ഒറ്റമുറി വീട്ടിലാണ് ഈ ജോയി താമസിച്ചിരുന്നത്, അമ്മയും മകനും. അതിനടുത്ത് സഹോദരൻ്റെ വീടുണ്ട്. സഹോദരൻ്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടന്നത്. കാരണം ഈ ഒറ്റമുറിക്കകത്തേക്ക് ആർക്കും VIPകൾക്കൊന്നും കയറാവുന്ന അവസ്ഥയില്ല. ആ വീട്ടിലേക്കൊരു വഴിയുമില്ല, വഴി പോലുമില്ലാത്ത ഒരു വീട്, ഒറ്റമുറി. അതിൻ്റെ മേൽക്കൂരയാകട്ടെ ഒരു കാറ്റ് വന്നാൽ പറന്നു പോകുന്ന. അപ്പോൾ അങ്ങനെയുള്ള ദരിദ്രരായ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഈ കുപ്പയും അതുപോലെ നാം വലിച്ചെറിയുന്ന കുപ്പികളും മറ്റുമെല്ലാം പ്ലാസ്റ്റിക്കും എല്ലാം ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന, അതുപോലെ ഈ മലിന ജലത്തിലും മറ്റും ചാടി എന്ത് ത്യാഗവും സഹിച്ച് ഒരു ദിവസം കിട്ടുന്ന വേതനത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യർ. അപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തലേ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് വിഴിഞ്ഞം പദ്ധതി, അദാനിയെ പോലെയുള്ള കോടീശ്വരൻ നടപ്പിലാക്കുന്ന, നമ്മുടെ സർക്കാരും അദാനിയും സംയുക്തമായി നടപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതിയിൽ മദർ ഷിപ്പ് എത്തിയത്. അത് വലിയ ആഘോഷപൂർവ്വമാണ് നാം നടത്തിയത്. നാം വലിയ കുതിച്ചുചാട്ടം നടത്തി എന്ന് പറയുന്നു. നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായും വികസനത്തിൻ്റെ ഭൂപടത്തിൽ ഇങ്ങനെ കുതിക്കുമ്പോൾ, പറന്നുയരുമ്പോൾ ഈ ഭൂമിയിൽ ഇത്തരം പാവപ്പെട്ട മനുഷ്യരുണ്ട് എന്ന് നാം മറന്നു പോകുന്നു. അങ്ങനെ നാം മറന്നുപോയതിൻ്റെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജോയിയുടെ ദുരന്തം. കാരണം ഈ ഒരാൾ പൊക്കത്തിൽ പോലും വലിപ്പമില്ലാത്ത ഒരു തുരങ്കത്തിലേക്ക് യാതൊരു രക്ഷാ സംവിധാനവുമില്ലാതെ, മുൻകരുതലുമില്ലാതെ, സാങ്കേതിക സഹായങ്ങളില്ലാതെ, പരിശീലനമില്ലാത്ത ഒരു മനുഷ്യനെ തള്ളിവിടുമ്പോൾ അയാൾ ആ തുരങ്കത്തിൻ്റെ മറുവശത്ത് എത്തുമോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ തള്ളിവിട്ട റെയിൽവേ യഥാർത്ഥത്തിൽ ഇതിൽ ഒന്നാം പ്രതിയാണ്. പിന്നെ ആമേരഞ്ചാൻ തോട് ശുദ്ധീകരിക്കാതെ വർഷങ്ങളായി ഇതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ എഴുതിയെടുക്കുകയോ ദൂർത്തടിക്കുകയോ ചെയ്ത കോർപ്പറേഷൻ രണ്ടാം പ്രതിയാണ്. കാരണം 25 കോടിയോളം രൂപ ഈ ആമേരഞ്ചാൻ തോട് ശുദ്ധീകരിക്കാനായി 2 വർഷം മുമ്പ് അനുവദിച്ചിരുന്നു. അപ്പോൾ ഇറിഗേഷൻ വകുപ്പും കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. പക്ഷേ അത് സംബന്ധിച്ച നടപടിയോ കണക്കുകളോ ആ പദ്ധതി എന്തായെന്നോ ആർക്കും അറിയില്ല. അപ്പോൾ ഈ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളം അത് എങ്ങനെ നമുക്ക് സംസ്കരിക്കാം, അതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള ഒരിടമായി നമ്മുടെ തോടുകളും കൈത്തോടുകളും പുഴയും നദിയും എല്ലാം മാറുമ്പോൾ അറിഞ്ഞുകൊണ്ട് നാം ഒരു ദുരന്തത്തിലേക്ക് തന്നെയാണ് നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ദുരന്തത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനായി ഒരു അമിക്കസ് ക്യൂറിയെ ഇന്ന് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത്. ഹൈക്കോടതി
പറഞ്ഞിട്ടുണ്ട്. കാരണം റെയിൽവേക്കും കോർപ്പറേഷനും ഈ സംഭവത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അത് ഒരാഴ്ചക്കകം അടുത്ത സിറ്റിങ്ങിന് മുമ്പ് അത് അറിയിക്കണം, അവരെന്തെല്ലാം നടപടികൾ എടുത്തു എന്നറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ ഈ സംഭവം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഉണ്ടായിരുന്നു. അവസാനം ഈ അമ്മയെ ആശ്വസിപ്പിക്കാനെല്ലാം അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവർ ഈ എന്താ പറയുക, എല്ലാം ചെയ്തിട്ടും പരാതികൾ ഉയരുന്നത് പറഞ്ഞ് അവർ കരയുന്നുമുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 3 കൊല്ലത്തിലധികമായി മേയർ എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ തളരുകയോ കണ്ണീരൊഴുക്കുകയോ അല്ല വേണ്ടത്. കാരണം അവരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. കാരണം ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് ശരിക്കും ഈ ഒരു സംഭവ സ്ഥലത്ത് അങ്ങനെ അവരുടെ ദുഃഖം അവർക്ക് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നെങ്കിൽ അവരുടെ മേയർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേ കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ക്ലീനിങ് നടത്തിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് റെയിൽവേ എന്നല്ല ഏത് വകുപ്പായാലും ആ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇത് ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല, പരാതിപ്പെടാൻ പോലും കഴിയില്ല. അത് അനുസരിക്കാൻ ഏത് സർക്കാർ വകുപ്പും ബാധ്യസ്ഥമാണ്. അപ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി മേയർക്ക് അത് റെയിൽവേയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയണമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ മനുഷ്യൻ റെയിൽവേയുടെ സ്ഥലത്തുകൂടി കടന്നു പോകുന്ന തുരങ്കത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണപ്പെട്ടതാകട്ടെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ആമയിഴഞ്ചാൻ തോടിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരു കൂട്ടർക്കും ഇതിൽ നിന്ന്, ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാവില്ല. പിന്നെ പറയാവുന്ന ഒരു ന്യായം, റെയിൽവേ ആണ് കരാറുകാരനെ ഏൽപ്പിച്ചത്, റെയിൽവേയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇയാൾ ജോലിക്ക് എത്തിയത്. എന്തായാലും ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല തീരുമാനമാണ്. അതേപോലെ തന്നെ സഹോദരൻ്റെ ജോലി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങാതെ ഇതെല്ലാം തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ, കാരണം വീട്ടിലേക്കൊരു വഴിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഴി മാത്രമല്ല, യഥാർത്ഥത്തിൽ അവർക്ക് ഒരു വീട് കൂടി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക്, ഈ അമ്മയ്ക്ക്, ഒറ്റപ്പെട്ടുപോയ അമ്മയ്ക്ക് ഒരു വീട് കൂടി നൽകാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്.